കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു CPM BJP പോരിലേക്ക് നീങ്ങുകയാണോ? അതിൻ്റെ ഒരു തുടക്കമാണോ ഈ MLA കൗൺസിലർ പ്രശ്നം? ഈ കൗൺസിലറിൻ്റെ ഓഫീസ് ഒഴിയണതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാപ്രകളുടെ ഒരു താല്പര്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. കാരണം ശ്രീലേഖ IPS അവർ വ്യക്തമായിട്ട് പറഞ്ഞു, അവർ MLA വിളിച്ചു എന്നവർ സമ്മതിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞത് ഓഫീസിന് സൗകര്യം കുറവാണ്, അപ്പോൾ അതുകൊണ്ട് അത് മാറി തന്നാൽ കൊള്ളാം എന്നാണ്. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് പറയുന്നതുകൊണ്ട് അവർ പറഞ്ഞു. ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് പറയുന്നത്, അത് മാറി തന്നാൽ കൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ല, പക്ഷേ ഇത് മാധ്യമങ്ങളെ വിളിച്ച് വലിയ പ്രശ്നമാക്കിയത് പ്രശാന്താണല്ലോ. പ്രശാന്താണ്. അതാണ് പിന്നെ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത്. ഞാനാണ് നിർമ്മിച്ചത്, ഞാൻ മേയറായിരിക്കുമ്പോൾ എൻ്റെ പണം കൊണ്ടാണ് നിർമ്മിച്ചത് എന്നാണ് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നത്. അതെ, VK പ്രശാന്ത് പഴയ VK പ്രശാന്ത് അല്ല എന്നീ ഒരു സംഭവത്തോടു കൂടി വെളിവായി. കൗൺസിലർ ആയിരിക്കുമ്പോഴും അതിനുശേഷം മേയറായപ്പോഴും പിന്നെ MLA ആയപ്പോഴും ഈ ഒരു പ്രശാന്തിൻ്റെ ഒരു സ്വഭാവ മഹിമയും കൂടെ കൊണ്ടാണ് ജനം പ്രശാന്തിനെ വോട്ട് ജയിപ്പിച്ചത് എന്നുള്ള കാര്യം അയാൾ മറന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പുള്ളി ചോദിക്കുന്ന ചോദ്യം, ഒരു കൗൺസിലർക്ക് എന്ത് അധികാരമാണ് MLA സംസാരിക്കാനതാണ്? അങ്ങനെ അധികാരം ഇല്ലേ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. കാരണം ഈ കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലുള്ള എല്ലാ കൗൺസിലർമാരും കൗൺസിലുമാണ് തീരുമാനിക്കുക. അവിടെ MLA ആയാലും ശരി MP ആയാലും ശരി അതൊരു വിഷയമേ അല്ല. ആ ഒരു തിരിച്ചറിവ് പ്രശാന്തിന് ഇല്ല എന്നുള്ളതാണ്. ഞാനെന്തോ അല്ല ആനപ്പുറത്തിരിക്കുന്ന ആളാണെന്നുള്ളൊരു ബോധം പ്രശാന്തിനെയും ബാധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ ശാസ്താംകോട്ടത്തെ കെട്ടിടത്തെ സംബന്ധിച്ചിട്ടൊരു വിഷയം എന്ന് പറയുന്നത് അത് 2 നില കെട്ടിടമാണ്. അവിടെ PH സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അതോടൊപ്പം തന്നെ പിന്നെ എന്താണ് കൗൺസിലറുടെ ഓഫീസുണ്ട്, MLA. അതായത് ഒരു ഫ്ലോർ മൊത്തം ഈ പിന്നെ 800 രൂപ വാടകയ്ക്ക് ഇദ്ദേഹം കൈയടക്കിയിരിക്കുകയാണ്. സൗകര്യം പോരാ, എന്നെ കാണാൻ ഞാൻ MLA ആണ്, ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വരും, അതുകൊണ്ട് എനിക്ക് സൗകര്യം പോരാ എന്നുള്ള പേരിലാണ് പിടിച്ചടക്കിയത്. അതിന് പിടിച്ചടക്കാൻ പറ്റും. കാരണം അന്ന് അവരുടെ കോർപ്പറേഷൻ, അവരുടെ സർക്കാർ പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിടിച്ചെടുക്കൽ വളരെ ഈസിയായിരുന്നു. പിന്നെ ഇതിങ്ങനെ തുറന്നുകൊണ്ട് പോവാം എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവണം. അപ്പോഴാണ് ഈ സ്ഥലപരിമിതിയുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇവർ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്താ വേണ്ടത്? ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിയമപരമായിട്ട് ചെയ്യും, എനിക്ക് മാറാൻ സൗകര്യമില്ല, നിങ്ങൾ സൗകര്യം ചെയ്തോന്ന് പറയുന്നതിന് പകരം ഇയാൾ ഉടൻ തന്നെ ഈ പിന്നെ മാപ്പറകളെ വിളിച്ചിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊഴുതുന്ന കുറേ ചാനലുകളെ വിളിച്ചിട്ട് അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് ഇതിനെ വലിയൊരു വിഷയമാക്കി ഭരണത്തിൽ കയറുന്നതിനും അഹങ്കാരം കാണിക്കുന്നു. പിന്നെ IPS എന്താണ് സ്വഭാവം ഇങ്ങോട്ട് എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തരത്തിലുള്ള വാർത്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പരിപാടി നാം ഈ നിലവിളി തൃശ്ശൂരിൽ കണ്ടിരുന്നു. ഈ ബ്രിട്ടാസ് ഈ രാജ്യസഭയിൽ പോയി പറയുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി, അവർ തിരുത്തുമെന്ന്. ഇന്ന് കടകംപള്ളി അതേ സ്വരം പറയുകയാണ്, ശാസ്തമംഗലത്തിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി, അവർ ഉടൻ തിരുത്തുമെന്ന്. അപ്പോൾ ഈ സ്ഥലങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. അതെ, ഇവർ എവിടെയെല്ലാം തിരുത്തും പോയി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും പിന്നെ കേരളത്തിൽ അങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ ജയിച്ചു, അവിടെ എല്ലാവർക്കും തിരുത്താൻ കഴിയും. തിരുത്തണമെങ്കിൽ തിരുത്തട്ടെ, 2026 തിരുത്തി കാണിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ഒരു ഇലക്ഷനിൽ വേറൊരു പാർട്ടി ജയിച്ചു, അതിൻ്റെ പേരിൽ ഈ കാണിക്കുന്ന അസഹിഷ്ണുത, ജനങ്ങൾക്ക് തെറ്റുപറ്റി പറയുന്നത്, ഇവർ ജനങ്ങളാണ് കുറ്റം പറയുന്നത്. ഇവർക്ക് വോട്ട് ചെയ്താൽ ജനങ്ങൾ നല്ലവർ, ഇല്ലെങ്കിൽ ജനങ്ങൾ മോശക്കാർ. മണിയിലെ പ്രസ്ഥാനമുള്ള കണ്ടതല്ലേ, വാങ്ങി നക്കിയിട്ട് നമുക്കിട്ട് പണിയെന്ന് പറഞ്ഞത്. ഇതാണ് ഇവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗം ആകാൻ ഇപ്പോൾ പ്രശാന്ത് ശ്രമിച്ചു വരുന്നു എന്നാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ പ്രവർത്തനത്തെ, അതായത് നഗരസഭയുടെ പ്രവർത്തനം അവരുദ്ദേശിക്കുന്ന പോലെ നേരെ മുന്നോട്ട് പോകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇടത് സർവീസ് സംഘടനകൾ, ശുചീകരണ തൊഴിലാളികൾ മുതൽ അവിടെ ഏറ്റവും മേലെ ഇരിക്കുന്ന കോർപ്പറേറ്റ് സെക്രട്ടറി വരെയുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ യൂണിയൻ്റെ ഭാഗമായി വന്നവരാണ്. കഴിഞ്ഞ ആര്യരാജൻ്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, 274 പേരെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ട് ആനാവൂർ 40 പേര് കത്ത് കൊടുത്തു. അത് വെളിയിലായി, വലിയ വിഷയങ്ങളായി. ആ 274 ആളുകളെയും അവർ ഇത്ര ആളുകൾ ഇപ്പോൾ കോർപ്പറേഷനിൽ ജോലിയാണ് വിവിധ വകുപ്പുകളിലായിട്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ മേയർ വീരാഴ്ച പറഞ്ഞാൽ അത് നമ്മൾ പരിശോധിക്കുമെന്നുള്ളതാണ്. പക്ഷേ നിയമപരമായിട്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ
നഗരസഭയുടെ ഭരണം മുഴുവൻ സ്വാഭാവികമായിട്ടും ഈ ഈ സിസ്റ്റത്തിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ CPM ഉണ്ടാക്കിയെടുത്ത ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മരാമത്ത് വിഭാഗത്തിൽ ശരി, ആരോഗ്യ വിഭാഗത്തിൽ ശരി, ശുചീകരണ വിഭാഗത്തിൽ ശരി, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആയാലും ശരി, ഇവിടെ എല്ലാം ഈ സംഘടനാ നേതാക്കന്മാരുടെ അവരാണ് ഭരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 5 വർഷം കേട്ടിട്ടുണ്ട്, അഴിമതികളുടെ കൂത്തരങ്ങായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. മേയർ മുതൽ ഭരണസമിതിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാർ, എത്രയോ ടൗൺ പ്ലാനർമാർ ഈ കാലയളവിൽ കൈക്കൂലിക്ക് പിടിയിലായി. 10 നടക്കുമായിരിക്കും ഒരെണ്ണം പിടിയിലാവുന്നത്. അതുപോലെ ഓവർസിയർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഈ അളിയ ഫുഡ് ഹോട്ടലിൽ വിതരണം ചെയ്തിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് എന്തും കണ്ടടച്ചു കൊടുക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തത്തിൽ അഴിമതി നിറഞ്ഞ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. എനിക്കാണ് കേരളത്തിൽ വേറെ ഒരു കോർപ്പറേഷനിൽ ഒരു അവസ്ഥ ഇല്ലാന്ന് തോന്നുന്നു. മാത്രമല്ല വലിയ ഫണ്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ VV രാജേഷനും BJPക്കും മനസ്സമാനത്തോടു കൂടി കോർപ്പറേഷൻ ഭരണം നടത്താൻ ഇവർ അനുവദിക്കില്ല. അതിൻ്റെ ഒരു ആദ്യത്തെ സൂചനയാണ് പ്രശാന്ത് നൽകുന്നത്. ഇത് അവരെ കൂടുതൽ എന്ത് ചെയ്യും? പ്രകോപിതരാക്കും. പ്രകോപിതരാക്കാൻ വേണ്ടിയാണ് ഇയാൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്തും കൂടുതൽ തടസ്സങ്ങൾ ഇവരുണ്ടായിക്കൊണ്ടേയിരിക്കും. BJPയെ പ്രകോപിപ്പിക്കുക, ആ പ്രവണത്തിൽ കൂടി. അതാണോ ശ്രീലേഖ അവിടെ മത്സരിക്കാൻ വരുമെന്ന ഭയമാണോ? അതുകൊണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ വലിയൊരു വിജയം BJPക്ക് ഉണ്ടാകുന്ന രീതിയിൽ പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല ഇവർ പഴയ DGP ആണ്, ഇവരുടെ തന്നെ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു വിരോധവും ഇവരുടെ മനസ്സിൽ സംഭവം ഉണ്ടാവാം. ഇത്രയും വലിയൊരു പോസ്റ്റ് ചെയ്യുന്ന ആൾ നേരെ BJPയുടെ കൂടെ പോയി ജയിച്ചു വന്നു എന്നൊക്കെ ഉള്ളൊരു വിഷയവും അവർക്ക് ഉണ്ടാവാം. അടുത്ത് വട്ടിയൂർക്കാവ് മത്സരിക്കാൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളെന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് വിശ്രമമാണ്. മാപ്പറകളല്ല, ഇനി സുരേഷ് ഗോപി വിട്ടിട്ട് VV രാജേഷിൻ്റെ പുറകെയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പുറകെ പൊക്കോളും. അവിടെ പെരിച്ചാഴി ചത്തു, മേയർ വന്നില്ല, ഇവിടെ പൈപ്പിൽ വെള്ളം പൊട്ടിയൊലിച്ച് പോകുന്നു, കോർപ്പറേഷൻ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവരുടെ വാർത്തകളെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഈ ശ്രീലേഖയെ കേന്ദ്രീകരിച്ചായിരിക്കും. ആദ്യം തന്നെ അവരൊരു ശ്രമം നടത്തി. അതായത് മേയർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി ഒരിടത്തും പറയാത്ത, അവർക്ക് വാഗ്ദാനം കൊടുക്കാത്തത് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീലേഖയാണ് മേയർ, ശ്രീലേഖ മേയർ. അപ്പോൾ ഇവർ തന്നെ ആഗ്രഹിച്ച ഒരു സാധനം സർക്കുലേറ്റ് ചെയ്തിട്ട് അത് നടക്കാതായപ്പോൾ ഇവർ അടുത്ത വാർത്ത എന്താ? ശ്രീലേഖ കടുത്ത അതിർത്തിയില്ലെന്നാണ് വാർത്ത കൊടുത്തത്. മാപ്രകൾ അവർക്കെന്താ അതിർത്തി? അവർ അന്ന് സത്യപ്രതിജ്ഞയിൽ കൃത്യമായിട്ട് പങ്കെടുത്തു, ഇവർക്ക് മധുരം വിതരണം ചെയ്തു, അവരൊരു പാടുകി പോയി. അപ്പോൾ ഈ പാർട്ടിയുടെ കാര്യങ്ങളിൽ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം? ശ്രീലേഖ പോലെ ഒരു പരിചയമുള്ള ഒരാൾ ഈ സ്ഥാനത്ത് നല്ല അവസ്ഥ ആലോചിച്ചു. ഇങ്ങനെയുള്ള ആളുകളാണ് നേരത്തെ ഇരുന്ന കൗൺസിലർമാർ, VK പ്രശാന്തിനെ പോലുള്ള ആളുകളാണ് CPMനെ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും കോർപ്പറേഷൻ ഭരണം ഒരു ഹെർക്കുലിയൻ ടാസ്ക്കായിട്ട് BJPക്ക് മാറും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അല്ല, അങ്ങനെ CPMന് മുന്നിൽ കീഴടങ്ങുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമല്ലോ. അല്ല, കീഴടങ്ങുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. BJP ഒരിക്കലും അങ്ങനെ കീഴടങ്ങുന്നില്ല. കാരണം വെച്ചാൽ അവരെ അഗ്രസീവായിട്ട് തന്നെ നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പഴയ BJP അല്ല ഇപ്പോഴത്തെ BJP. മാത്രമല്ല ഈ 50 കൗൺസിലർമാരും നല്ല മിടുക്കന്മാരാണ്. ഇനി ഇത് കൂടാതെ ഈ CPMൻ്റെ തരികടകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സഹായി അവർക്കുണ്ട്, പാറ്റൂർ രാധാകൃഷ്ണൻ. പുള്ളി ദീർഘകാലം ജേർണലിസ്റ്റ് ആയിരുന്ന ആളാണ്. ഇവരുടെ തരികടകളെല്ലാം പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം, എങ്ങനെ നേടണമെന്ന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കീഴടങ്ങുന്നതിന് പകരം ഇവർ ഫൈറ്റ് ചെയ്യും. പക്ഷേ ഒരു പ്രശ്നം എന്താ? വികസനം നടത്താൻ ഇവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഓരോന്നിനും ഇവരിങ്ങനെ ഇടങ്കോലിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വികസന മുരടിപ്പിന് കാരണമാവും. അതവരെന്ത് ചെയ്യും? അടുത്ത തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കും. ഇതായിരിക്കും CPM സ്വീകരിക്കുന്ന ഒരു തന്ത്രം കൗൺസിലിൽ. അത് ആദ്യ ദിവസം തെളിയിച്ചു. കാരണം 20 പേരുടെ വോട്ട് എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവർ പ്രതിഷേധിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും BJP തളർത്താൻ പറ്റില്ല. കാരണം അവർ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് ഭരണം പിടിച്ചിരിക്കുന്നത്. അവർക്ക് നേരത്തെ അവരുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അവർക്കൊരു വികസന പദ്ധതിയുണ്ട്, ഒരു മാതൃകയുണ്ട്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകും. ഈ എതിർക്കാന്ന് കഴിഞ്ഞാൽ CPM എപ്പോഴും പറ്റുന്നൊരു അബദ്ധം ഇതാണ്. കാരണം വേറൊരു പാർട്ടിക്കാർ ഭരണത്തിന് കഴിഞ്ഞാൽ അവരെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം അവർക്കെതിരാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മോദിയുടെ പരിപാടികൾ ഞങ്ങൾക്ക് വേണ്ട, മോദിയുടെ പൈസ നമുക്ക് വേണ്ടാന്ന് CPM കൗൺസിലർമാർ പറഞ്ഞു. അപ്പോൾ ഇയാളെ കുടുംബത്തിലേക്കാണോ മോദിയുടെ പൈസ പോകുന്നത്? ആ വാർഡിലേക്കുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ ജനങ്ങളെ വോട്ടായി ജയിക്കുകയും അവസാനം തന്നിഷ്ടം പോലെ സ്വന്തം പോലെ കരുതുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് CPM ഇത്രയും കാലം സ്വീകരിച്ചത്. ആ നിലപാടായിരിക്കില്ല BJP സ്വീകരിക്കുക. സ്വയമായിട്ട് VK പ്രശാന്തിനെ പോലുള്ള വിവേകികളായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് തടസ്സം പറയാതെ, ഗുസ്തി പിടിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക്
അവനവൻ്റെ പാട് നോക്കി MLA ക്വാർട്ടേഴ്സിൽ കോടികളുടെ സംഭവമുണ്ട്, അവിടേക്ക് മാറാം. എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത്? ഇല്ലെങ്കിൽ വാടകയ്ക്ക് വേറെ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ, സർക്കാർ പൈസ കൊടുക്കുമല്ലോ. അപ്പോൾ ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നൊരു ശുഭസൂചനയായിട്ട് ഞാൻ കാണുന്നത്. ഇതുപോലെ ഒരുപാട് കയ്യേറ്റങ്ങളുണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ പല പരിധികളിൽ. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റിയെടുക്കാൻ ഈ ഭരണത്തിൽ ശ്രമിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.